BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ശബരിമലയിൽ വിശദ പരിശോധന. റിട്ടയർഡ് ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ വിലപിടിപ്പുള്ളവയുടെ കണക്കെടുക്കണമെന്ന് ഹൈക്കോടതി. ശബരിമലയിൽ വിരമിച്ച ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ സ്ട്രോങ് റൂമിൽ സമഗ്ര പരിശോധനയ്ക്ക് ഉത്തരവിട്ട് ഹൈക്കോടതി. സ്ട്രോങ് റൂമിലെ എല്ലാ വിലപിടിപ്പുള്ള വസ്തുക്കളുടെയും കണക്കെടുക്കണം എന്നാണ് കോടതിയുടെ ഉത്തരവ്. തിരുവാഭരണം രജിസ്റ്റർ ഉൾപ്പെടെ പരിശോധിക്കുവാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ശബരിമലയിൽ കാണാതായ സ്വർണ്ണപീഠങ്ങൾ വീട്ടിൽ കണ്ടെത്തിയത് ഗുരുതര വീഴ്ച എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ദ്വാരപാലക ശില്പങ്ങൾ പുനഃസ്ഥാപിക്കുവാൻ കോടതി അനുമതി നൽകുകയും ചെയ്തു. കാണാതായെന്ന് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ സ്വർണ്ണപീഠം ഇദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ തന്നെ വീട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ടെന്ന് വിജിലൻസ് കോടതിയെ അറിയിച്ചു. ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് കോടതി ആരാഞ്ഞു. ഈ സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും കോടതി പറഞ്ഞു. റിട്ടയർഡ് ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ ശബരിമലയിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കൃത്യമായി രജിസ്റ്ററിൽ രേഖപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. ശബരിമലയിൽ രജിസ്റ്ററുകൾ കൃത്യമായി സൂക്ഷിക്കാത്തതിൽ കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു. രജിസ്റ്ററുകൾ സൂക്ഷിക്കാത്തതിൽ ഉദ്യോഗസ്ഥരുടെ വീഴ്ച അന്വേഷിക്കണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം കേന്ദ്രീകരിച്ചാവരുത് അന്വേഷണമെന്നും കോടതി നിർദ്ദേശിച്ചു. വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസർ 2013-2019 ദ്വാരപാലക ഫോട്ടോകൾ ഹാജരാക്കി. സ്ട്രോങ് റൂമിൽ വേറെ ദ്വാരപാലക സ്വർണ്ണപ്പാളികൾ കണ്ടെത്താനായില്ല. ശബരിമലയിലെ സ്ട്രോങ് റൂമും രജിസ്ട്രിയിൽ ദ്വാരപാലക സ്വർണ്ണപ്പാളികൾ പീഠങ്ങളും രേഖപ്പെടുത്തിയിട്ടില്ല. പീഠങ്ങൾ കണ്ടെത്തിയ കാര്യം വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസർ അറിയിച്ചു. കരൂർ ദുരന്തം. സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ടിവിക്ക് നൽകിയ ഹർജി മദ്രാസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കില്ല. തിക്കിലും തിരക്കിലും പെട്ട് 41 പേർ മരിച്ച കരൂർ ദുരന്തത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട വിജയുടെ ടിവിക്ക് പാർട്ടി നൽകിയ ഹർജി ഇന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ച് പരിഗണിക്കില്ല. കരൂർ സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണത്തെ വിശ്വസിക്കുന്നില്ലെന്നും ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നായിരുന്നു ടിവിക്കയുടെ ആവശ്യം. എന്നാൽ ഇന്നത്തെ പ്രത്യേക സിറ്റിംഗ് റദ്ദാക്കിയതായി ജഡ്ജിമാർ അറിയിക്കുകയായിരുന്നു. ഹർജി വെള്ളിയാഴ്ച അവധിക്കാല ബെഞ്ച് പരിഗണിക്കുവാനാണ് സാധ്യത. മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ച് ഹർജി ഉച്ചയ്ക്ക് 2:30 പരിഗണിക്കും എന്നായിരുന്നു ടിവിക്ക് അഭിഭാഷകർ അറിയിച്ചിരുന്നത്. റാലിക്കിടെ വിജയ്ക്ക് നേരെ കല്ലേറുണ്ടായെന്നുൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ടിവിക്ക് ഗൂഢാലോചന ആരോപിച്ചിരുന്നത്. സിസിടിവി ദൃശ്യങ്ങൾ സംരക്ഷിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കരൂരിൽ നിന്നും ശനിയാഴ്ച രാത്രി തന്നെ ചെന്നൈയിലെ വീട്ടിലെത്തിയ വിജയ് ഓൺലൈനായി നേതാക്കളുടെ യോഗം വിളിക്കുകയും ഹർജി നൽകുവാൻ തീരുമാനിക്കുകയുമായിരുന്നു. സംസ്ഥാന സർക്കാർ നടത്തുന്ന ഏത് അന്വേഷണവും ടിവിക്കയെ മാത്രം പ്രതിസ്ഥാനത്ത് നിർത്തുന്നതാകും എന്ന നിഗമനത്തിലാണ് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കുവാൻ പാർട്ടി തീരുമാനിച്ചത്. അപകടത്തിൽ ജനറൽ സെക്രട്ടറി എൻ ആനന്ദ് ഉൾപ്പെടെ 3 പേർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. വിജയെ പ്രതി ചേർത്താലും ഉടൻ അറസ്റ്റ് ചെയ്യില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. തങ്ങളുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് സ്ഥാപിക്കുവാൻ പോലീസ് കിണഞ്ഞു പരിശ്രമിക്കും. സംഭവത്തിൽ ആനന്ദ് ഉൾപ്പെടെയുള്ള ടിവിക്ക് നേതാക്കൾക്കെതിരെ കേസെടുത്തെങ്കിലും കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാകും അറസ്റ്റിലേക്ക് കടക്കുക. വിജയെ പ്രതി ചേർക്കുന്നതും പതിയെ മതി എന്നാണ് തീരുമാനം. സർക്കാർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ഭാഗമായി റിട്ടയർഡ് ജസ്റ്റിസ് അരുണ ജഗദീശൻ അപകടസ്ഥലം സന്ദർശിച്ച് ഇന്നലെ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഉടൻ തന്നെ ഈ റിപ്പോർട്ട് സർക്കാരിന് കൈമാറും. ട്രെയിനിൽ നിന്നും പുറത്തെറിഞ്ഞ തേങ്ങ തലയിൽ വീണ് 20കാരൻ മരിച്ചു. ട്രെയിനിൽ നിന്നും യാത്രക്കാരൻ പുറത്തേക്കെറിഞ്ഞ തേങ്ങ തലയിൽ വീണ് യുവാവ് മരിച്ചു. മുംബൈക്കടുത്ത് ഭയന്തറിലാണ് സംഭവം. നദിയിലേക്ക് പൂജാ സാധനങ്ങൾ അടങ്ങിയ പാക്കറ്റ് വലിച്ചെറിയുവാനുള്ള ശ്രമമായിരുന്നു. പാക്കറ്റിലെ തേങ്ങ തലയിൽ വീണ് 20കാരന് പരിക്കേൽക്കുകയായിരുന്നു. നൈഗാവിനും ഭയന്തർ ക്രീക്കിനും ഇടയിലുള്ള പഞ്ചദ്വീപിൽ താമസിക്കുന്ന യുവാവ് ശനിയാഴ്ച രാവിലെ 8:30 റെയിൽവേ ക്രീക്ക് പാലത്തിലൂടെ നൈഗാവോൺ സ്റ്റേഷനിലേക്ക് നടക്കുകയായിരുന്നു. പെട്ടെന്ന് വഴിപാടുകളുടെ ഭാഗമായ ഒരു തേങ്ങ വേഗത്തിൽ വന്ന ലോക്കൽ ട്രെയിനിൽ നിന്നും തലയിലിടിച്ചു. സംഭവത്തിൽ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റു. ആദ്യം യുവാവിനെ വസായിലെ മുനിസിപ്പൽ സർ DM പെറ്റിറ്റ് ആശുപത്രിയിൽ കൊണ്ടുപോയി. പിന്നീട് കൂടുതൽ ചികിത്സയ്ക്കായി മുംബൈയിലെ ഒരു ആശുപത്രിയിലേക്ക് മാറ്റി. തലക്കേറ്റ ഗുരുതരമായ പരിക്കും രക്തനഷ്ടവും മൂലം ഞായറാഴ്ച രാവിലെ അദ്ദേഹം മരിച്ചതായി ബന്ധുക്കൾ അറിയിച്ചു. ഫുൾ പവറിൽ മമ്മൂക്ക വീണ്ടും ഷൂട്ടിംഗ് സെറ്റിലേക്ക്. ആദ്യം മോഹൻലാലിനൊപ്പമുള്ള സിനിമയുടെ ചിത്രീകരണം. 7 മാസങ്ങൾക്ക് ശേഷം മമ്മൂട്ടി വീണ്ടും ക്യാമറയ്ക്ക് മുൻപിലേക്ക്.
മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വീണ്ടും ചേരും. ഷൂട്ടിനായി മറ്റന്നാൾ മമ്മൂട്ടി ഹൈദരാബാദിലെത്തും. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു താരം. ഒക്ടോബർ 1 ഹൈദരാബാദിലെത്തുമെന്ന് അദ്ദേഹം അറിയിച്ചു. സിനിമയിൽ നിന്നെടുത്ത ചെറിയ ഇടവേള ലോകമെമ്പാടുമുള്ളവരുടെ പ്രാർത്ഥനകളുടെയും മനസാന്നിധ്യത്തിന്റെയും ബലത്തിൽ അതിജീവിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രാർത്ഥനയിൽ കൂട്ടുനിന്നവർക്കും ഉലഞ്ഞപ്പോൾ തുണയായവർക്കും നന്ദിയെന്ന് ആൻഡോ ജോസഫ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞു. വാസുദേവൻ സ്വർണ്ണപീഠം സൂക്ഷിച്ചതിൽ ദുരുദ്ദേശമില്ല, തിരികെ സമർപ്പിക്കുവാൻ വിട്ടുപോയതാണ് ന്യായീകരണവുമായി സ്പോൺസർ. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപീഠം ബന്ധുവിന്റെ വീട്ടിൽ കണ്ടെത്തിയതിൽ ന്യായീകരണവുമായി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി. 2021 സുഹൃത്ത് വാസുദേവന്റെ അടുത്താണ് സ്വർണ്ണപീഠം ശബരിമലയിൽ സമർപ്പിക്കുവാനായി നൽകിയതെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് പറഞ്ഞു. അളവ് കൃത്യമാകാത്തതിനാൽ വാസുദേവന്റെ കയ്യിൽ തന്നെ അത് റിപ്പയർ ചെയ്യുവാൻ ദേവസ്വം അധികൃതർ തിരിച്ചു നൽകി. അത് കോവിഡ് കാലമായതിനാൽ പിന്നീട് സ്വർണ്ണപീഠം റിപ്പയർ ചെയ്ത് സമർപ്പിക്കുവാൻ കുറെ കാലത്തേക്ക് കഴിഞ്ഞില്ല. താനും ഇക്കാര്യത്തെക്കുറിച്ച് മറന്നുപോയെന്നും വാസുദേവൻ പീഠം വീട്ടിൽ സൂക്ഷിച്ചത് ദുരുദ്ദേശപരമായിരുന്നില്ലെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി കൂട്ടിച്ചേർത്തു. തന്റെ കയ്യിലുള്ളതാണ് ശബരിമലയിൽ വിവാദങ്ങൾക്ക് കാരണമായ പീഠമെന്ന് വാസുദേവൻ തന്നെ തിരിച്ചറിയുന്നത് ഏറെ വൈകിയാണ് എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ന്യായീകരണം. ദേവസ്വം ബോർഡ് പീഠം സുഹൃത്തിന്റെ കയ്യിൽ തിരികെ കൊടുത്തുവിട്ട വിവരം താനും മറന്നുപോയി. വാർത്തകൾ വന്ന ശേഷമാണ് ഇക്കാര്യം വാസുദേവൻ ശ്രദ്ധിച്ചതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് പറഞ്ഞു. സ്വർണ്ണപീഠം കാണാനില്ലെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ആരോപണം ഉന്നയിച്ചിരുന്നത്. ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയായിരുന്നു ആരോപണങ്ങൾ. താൻ നൽകിയ സ്വർണ്ണപീഠം കാണാനില്ലെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കോടതിയിൽ പറഞ്ഞിരുന്നു. പിന്നീട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ദേവസ്വം വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. ആറന്മുളയിലെ ഉൾപ്പെടെ ദേവസ്വം സ്റ്റോർ റൂമുകളിൽ അടിമുടി പരിശോധനയും നടത്തി. ഇതിനിടയിലാണ് വിജിലൻസ് സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജീവനക്കാരനെ ചോദ്യം ചെയ്തത്. ഈ അന്വേഷണത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തന്നെ സഹോദരിയുടെ വെഞ്ഞാറമൂട്ടിലെ വീട്ടിൽ നിന്നും സ്വർണ്ണപീഠം കണ്ടെത്തിയത്. 2021 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജീവനക്കാരൻ വാസുദേവന്റെ വീട്ടിലാണ് സ്വർണ്ണപീഠം സൂക്ഷിച്ചിരുന്നത്. വിവാദങ്ങൾ കത്തിക്കേറിയതോടെ വാസുദേവൻ സ്വർണ്ണപീഠം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരികെ ഏൽപ്പിക്കുകയായിരുന്നു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. വനിതാ പ്രീമിയർ ലീഗിന്റെ അമരത്ത് മലയാളി ജയേഷ് ജോർജ് പ്രഥമ ചെയർമാൻ. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിന്റെ പുതിയ അധ്യായമായ വിമൻസ് പ്രീമിയർ ലീഗിന് WPL ഇനി മലയാളി നേതൃത്വം. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ KCA പ്രസിഡന്റ് ജയേഷ് ജോർജിനെ വിമൻസ് പ്രീമിയർ ലീഗിന്റെ പുതിയ ചെയർമാനായി തിരഞ്ഞെടുത്തു. ഇന്ന് മുംബൈയിൽ ചേർന്ന BCCI വാർഷിക പൊതുയോഗം ഐക്യകണ്ഠേനയാണ് ജയേഷ് ജോർജിനെ തിരഞ്ഞെടുത്തത്. WPLന്റെ പ്രഥമ ചെയർമാൻ എന്ന ചരിത്ര നേട്ടം കൂടിയാണ് ഈ നിയമനത്തിലൂടെ ജയേഷ് ജോർജ് സ്വന്തമാക്കുന്നത്. എറണാകുളം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി സ്ഥാനത്ത് നിന്നാണ് ജയേഷ് ജോർജ് ക്രിക്കറ്റ് ഭരണരംഗത്ത് സജീവമാകുന്നത്. പിന്നീട് KCAയുടെ ജോയിന്റ് സെക്രട്ടറി, ട്രഷറർ, സെക്രട്ടറി, പ്രസിഡന്റ് എന്നീ പദവികൾ വഹിച്ച് കേരള ക്രിക്കറ്റിന്റെ വളർച്ചയ്ക്ക് നിർണായക സംഭാവനകൾ നൽകി. 2019 ജയഷ BCCI സെക്രട്ടറി ആയിരുന്നപ്പോൾ ദേശീയ തലത്തിൽ ജോയിന്റ് സെക്രട്ടറിയായും പ്രവർത്തിച്ചു. 2022 മുതൽ KCA പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു വരികയാണ്. മികച്ച സംഘാടകൻ എന്ന നിലയിൽ ശ്രദ്ധേയനാണ് ജയേഷ് ജോർജ്. കേരളത്തിൽ വലിയ ആവേശമായി മാറിയ കേരള ക്രിക്കറ്റ് ലീഗ് KCL ആരംഭിക്കുന്നതിന് മുൻകൈയെടുത്തവരിൽ പ്രമുഖനാണ് അദ്ദേഹം. ലീഗിന്റെ വിജയകരമായ 2 സീസണുകൾക്ക് പിന്നിലും അദ്ദേഹത്തിന്റെ സംഘാടക മികവ് നിർണായകമായിരുന്നു. ഈ ഭരണ മികവും കായികരംഗത്തെ ദീർഘകാലത്തെ അനുഭവ സമ്പത്തും WPLന്റെ സുഗമമായ നടത്തിപ്പിന് ഗുണകരമാകും. രാജ്യം സ്ത്രീശക്തിയുടെ ആഘോഷമായ നവരാത്രി കൊണ്ടാടുമ്പോൾ ലഭിച്ച ഈ സ്ഥാനലബ്ധിയിൽ അതിയായ സന്തോഷമുണ്ട്. തന്നിൽ വിശ്വാസം അർപ്പിച്ച BCCIക്കും പിന്തുണ നൽകിയ കേരള ക്രിക്കറ്റ് അസോസിയേഷനും നന്ദി. വിമൻസ് പ്രീമിയർ ലീഗിനെ കൂടുതൽ മികച്ചതാക്കുവാനും വനിതാ ക്രിക്കറ്റർമാർക്ക് പുതിയ അവസരങ്ങൾ നൽകുവാനും പ്രയത്നിക്കും, ജയേഷ് ജോർജ് പറഞ്ഞു. പലസ്തീൻ രാഷ്ട്രത്തെ നെതന്യാഹുവിന് അംഗീകരിക്കേണ്ടി വരുമോ? ഹമാസ് നിരായുധീകരണം സാധ്യമാകുമോ? എല്ലാ കണ്ണുകളും ട്രംപിന്റെ 21 ഇന പദ്ധതിയിൽ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർണായക ചർച്ച ഇന്ന് വൈറ്റ് ഹൌസിൽ. ഗസയിലെ ആക്രമണത്തിനെതിരായ ലോകവ്യാപക പ്രതിഷേധത്തിന് മുൻപിൽ ഇസ്രായേൽ ഒറ്റപ്പെട്ടതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച. ഗസയിൽ വെടിനിർത്തൽ സാധ്യമാക്കുവാൻ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണെന്ന് ട്രംപും നെതന്യാഹുവും വ്യക്തമാക്കിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്നത്തെ കൂടിക്കാഴ്ച അതീവ നിർണായകമാകും. ഗസയിൽ വെടിനിർത്തൽ ഉടൻ ഉണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു. പുതിയ വെടിനിർത്തൽ മാർഗരേഖ തയ്യാറാക്കുകയാണെന്നും വൈറ്റ് ഹൌസുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതികരിച്ചു.
ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ട്രംപിന്റെ 21 ഇന പദ്ധതിയിൽ പലസ്തീൻ രാഷ്ട്രം നിലനിൽക്കേണ്ടതിനെക്കുറിച്ച് പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. ഇതിനെ വാക്കാലെ നെതന്യാഹു എതിർക്കുക കൂടി ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ കൂടിക്കാഴ്ച അതീവ നിർണായകമാകുന്നത്. ഒക്ടോബർ 7 സംഭവത്തിന് പിന്നാലെ പലസ്തീനി ജനതയ്ക്ക് ജെറുസലേമിനടുത്ത് ഒരു രാഷ്ട്രം നൽകുന്നത്, സെപ്റ്റംബർ 11 സംഭവത്തിന് പിന്നാലെ അൽ-ഖ്വയ്ദയ്ക്ക് ന്യൂയോർക്ക് സിറ്റിക്കടുത്ത് രാഷ്ട്രം നൽകുന്നതിന് തുല്യമെന്ന് പറഞ്ഞാണ് ട്രംപിന്റെ നിർദ്ദേശത്തെ നെതന്യാഹു വാക്കാലെ തള്ളിയത്. അതേസമയം വെടിനിർത്തലുമായി ബന്ധപ്പെട്ട 21 ഇന പദ്ധതികളെക്കുറിച്ച് ഹമാസിന് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. ഹമാസിനെ നിരായുധീകരിക്കുന്നതോടൊപ്പം ബന്ദികളെ ഇസ്രായേലിന് കൈമാറുക എന്നതാണ് 21 ഇന പദ്ധതിയിലെ പ്രധാന ഉപാധി. ഗസയിൽ ഇടക്കാല സർക്കാർ വരികയും സർക്കാരിന് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ നേതൃത്വം നൽകും എന്നതും പദ്ധതിയുടെ ഭാഗമായി വരുന്നു. ഈ ആവശ്യങ്ങളോട് ഹമാസ് എങ്ങനെ പ്രതികരിക്കും എന്നതാണ് നിർണായകം. അതേസമയം 2 ഇസ്രായേൽ ബന്ദികളുടെ ജീവൻ അപകടത്തിലാണെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഗസയിലെ ജനവാസ മേഖലയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണം അതിശക്തമായി തുടരുകയുമാണ്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.